ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വൻ വിമാന ദുരന്തം. എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് വിമാനത്തിലുണ്ടായിരുന്ന 241 പേരും മരിച്ചതായി റിപ്പോർട്ട്. ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മരിച്ചവരിൽ ഒരു മലയാളിയുമുണ്ട്. ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകമായിരുന്നു അപകടം. യാത്രക്കാരും ജീവനക്കാരുമായി 242 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. വിമാനത്താവളത്തിന് സമീപം ജനവാസ മേഖലയിലാണ് വിമാനം തകർന്നു വീണത്. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനമാണ് തകർന്നു വീണത്. വ്യാഴാഴ്ച ഉച്ചയോടെ അഹമ്മദാബാദിലെ മേഘാനി നഗറിലെ റെസിഡൻഷ്യൽ ഏരിയയിലാണ് അപകടമുണ്ടായത്. 8 കുട്ടികളടക്കം 230 യാത്രക്കാരും 12 ക്രൂ അംഗങ്ങളുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇതിൽ 169 ഇന്ത്യക്കാരും 59 ബ്രിട്ടീഷ് പൗരന്മാരും 7 പോർച്ചുഗീസുകാരും ഒരാൾ കാനഡയിൽ നിന്നും ഉള്ളയാളുമാണെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. വിമാനം തകർന്നു വീണ് യാത്രക്കാരായ 241 പേരും മരിച്ചുവെന്ന് പോലീസ് അറിയിച്ചു. ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്ത്യക്കാരനായ ബ്രിട്ടീഷ് പൗരൻ രമേശ് വിശ്വാസ് കുമാറാണ് ചികിത്സയിലുള്ളത്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും മരിച്ചവരിൽ ഉൾപ്പെടും. മരിച്ചവരിൽ ഒരു മലയാളിയുമുണ്ട്. തിരുവല്ല പുല്ലാട് സ്വദേശിനി രഞ്ജിതയാണ് മരിച്ച മലയാളി. UK-യിൽ നേഴ്സായിരുന്നു രഞ്ജിത. അവധി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ദുരന്തം. വിമാനം ജനവാസ മേഖലയിൽ തകർന്നു വീണതും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ ബോയിങ് 787 വിമാനമാണ് ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ തകർന്നു വീണത്. ഉച്ചയ്ക്ക് 1:39 പറന്നുയർന്ന വിമാനം 5 മിനിറ്റിനകം തകർന്നു വീഴുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.